ഒന്ന് ദിനവൃത്താന്തം 1-ാം അധ്യായം. ആദം മുതൽ അബ്രഹാം വരെ. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലലേൽ, യാരദ്, ഹെനോക്ക്, മെത്തുസലഹ്, ലാമക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കനാസ്, ദീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ ഏലീഷ, താർഷീഷ്, കിത്തീം, റോദാനീം. ഹാമിന്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്ത്, കാനാൻ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തക്ക. റാമയുടെ പുത്രന്മാർ ഷെബ, ദെനാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലുദീം, അനാമീം, ലഹാബീം, നഫ്തുഹീം, പത്രുസീം, കസ്ലൂഹീം, കഫ്തോറീം എന്നിവർ ജാതരായി. കഫ്തോറിമാണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദിജാതനും ഹേത്ത് ദ്വിതീയനുമായിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേത്തർ, മെഷക് എന്നിവർ ഷേമിന്റെ പുത്രന്മാരായിരുന്നു. അർപ്പക്ഷാദ് ഷേലാഹിന്റെയും ഷേലാഹ് ഏബറിന്റെയും പിതാവാണ്. ഏബറിന് പേലഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താന്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവത്ത്, യറോഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫിർ, ഹവില, യോബാബ്. ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പേലഗ്, റവു, സെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം എന്ന അബ്രഹാം എന്നിവർ ഷേമിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. അബ്രാഹത്തിന്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര: ഇസ്മായേലിന്റെ ആദിജാതൻ നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ഭൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫിഷ്, കേദമ. ഇവരും ഇസ്മായേലിന്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവാഹ്. യോക്ഷാന്റെ പുത്രന്മാർ ഷെബ, ദനാൻ. മിദിയാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രാഹം ഇസഹാക്കിന്റെ പിതാവാണ്. ഇസഹാക്കിന്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിന്റെ പുത്രന്മാർ എലീഫാസ്, റവുവേൽ, യവൂഷ്, യാലാം, കോറഹ്. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദാം, കെനസ്, തിമ്ന, അമലേക്. റവുവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. സെയീറിന്റെ പുത്രന്മാർ ലോഥാൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ദോദാന്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ദോദാന്റെ സഹോദരിയാണ് തിമ്ന. ഷോബാലിന്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോന്റെ പുത്രന്മാർ അയ്യ, ആന. ആനയുടെ പുത്രനാണ് ദീഷോൻ. ദീഷോന്റെ പുത്രന്മാർ റഹ്മാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീഷാന്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രയേലിൽ രാജഭരണം തുടങ്ങുന്നതിനു മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബയോറിന്റെ മകൻ ബേല. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലായുടെ മരണത്തിനു ശേഷം ബൊസ്രാക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിന്റെ മരണത്തിനു ശേഷം ബദാദിന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിത് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിനു ശേഷം മസ്രേക്കാക്കാരൻ സംല രാജാവായി. സംലായ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു.
സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ്പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസ്ഹാബിന്റെ പൗത്രിയും മാത്രത്തിന്റെ പുത്രിയുമായ മെഹ്താബെൽ ആയിരുന്നു അവന്റെ ഭാര്യ. ഹദാദിന്റെ മരണത്തിനു ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്ന, അലിയ, യാഥേത്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം ഇവർ ഏദോമിലെ പ്രമുഖന്മാരായിരുന്നു. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.